അൾട്ടോന്റെ ചാകരയല്ലേ ലോ ബഡ്ജറ്റിൽ 11-12 ഈ 1.90 കുറയൂലേ? അല്ല, ചില വണ്ടികളെ മാക്സിമം വിലക്കാണ് നമ്മൾ പറയുന്നത്. മാക്സിമം കുറച്ചിട്ടേ പറയാം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വണ്ടികളൊക്കെ നമ്മൾ പറയും. ശരി, വിളിച്ച് വരട്ടെ, വിളിച്ച് വരുമ്പോഴല്ലേ നമ്മൾ സംസാരിക്കാം. അടുത്തത് 727 വരെ പേപ്പറിലെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫീച്ചർ സൈഡ് പറയാൻ പോയി കഴിഞ്ഞാൽ തീരില്ല, അതിനെക്കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് 2006 മോഡൽ VXI പെട്രോൾ ആണ്. ഇതാണ് നമുക്ക് ഫൈനലാണെങ്കിൽ 1.30 കൊടുക്കാം. 1.30 2006 മോഡൽ സ്വിഫ്റ്റ് VXI പെട്രോൾ. ഫസ്റ്റ് ജനറേഷൻ സ്വിഫ്റ്റ് ആണ്. മൈലേജ് ചെറിയ വ്യത്യാസം വരുന്നുണ്ടാവും. 15 ആ റേഞ്ചിൽ ആവറേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 15 കിട്ടും ഇതിന്. ബോഡി ഷേപ്പ്, ബോഡി വെയിറ്റ് കൂടുതലല്ലേ? മൈലേജ് 15 ഉണ്ടാവുള്ളൂ. 15 ഒക്കെ മാക്സിമം അല്ലേ? മാക്സിമം. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഇത്രയായിരിക്കും ഫീച്ചർ സൈഡിൽ വരുന്നുണ്ടാവുക. ഈ പഴയ വണ്ടി അതിനെക്കൊണ്ടാണ് ഞാൻ പിന്നെ ചോദിക്കുന്നത്. ഈ ഫീച്ചേഴ്സ് ഒക്കെ വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് എടുക്കുന്ന ഈ ലോ ബഡ്ജറ്റ് വണ്ടികളിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറിയ വർക്ക് എന്തായാലും ഉണ്ടാവും. സ്വാഭാവികമാണ്. മേജറായിട്ട് അങ്ങനെ വർക്ക് ഉണ്ടാവും. അല്ല, മേജർ ആയിട്ട് വർക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിപ്പോൾ സംഭവം സെറ്റാണ്. ഓക്കെ, നമസ്കാരം. ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണ്ട് നിന്ന് തിരുനാവായ റോഡിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാൾ എന്നുള്ള ലൊക്കേഷനിലുള്ള സൺ മോട്ടോഴ്സിലാണ്. സൺ മോട്ടോഴ്സിൽ കുറച്ച് അടിപൊളി മിഡിൽ ക്ലാസ് വണ്ടികൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികൾ, മിഡിൽ ക്ലാസ്, അതേപോലെ തന്നെ കുറച്ച് ഹൈ റേഞ്ച് വരുന്ന വണ്ടികളുണ്ട്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല അടിപൊളി റേറ്റുകളിലാണ്. അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് വരുന്ന നേരം വില കുറവ് ചില വണ്ടികൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചില വണ്ടികൾ അത്യാവശ്യം റേറ്റ് വില കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നേരം നമ്മളൊരു കാർ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പങ്കെടുക്കാനുള്ള കാര്യങ്ങളാണ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. റാഫിക, യെസ്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അത്യാവശ്യം റേറ്റ് എങ്ങനെ കുറവാണോ കൂടുതലേക്കോ? നിങ്ങളാണ് മുതലാളി ഇവിടെയുള്ള വണ്ടികൾക്ക്. ഞാനല്ലല്ലോ തീരുമാനിക്കണത്, നിങ്ങളെ കസ്റ്റമർ അല്ല. എന്നാലും നിങ്ങൾ പ്രൈസ് ഇട്ടത് വലിയൊരു കൊള്ളലാഭം, ഐ മീൻ കൊള്ളലാഭം നല്ല വലിയ ലാഭം വെച്ചിട്ടാണ്. ഇല്ല, നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കും. ഓക്കെ, നമുക്ക് എങ്ങനെ കിട്ടണം അതിനനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, മൈക്രോ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? മൈക്രോ 2012 ആണ്. XV എന്നുള്ള ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടി തന്നെയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടോ, ബാക്ക് വൈപ്പർ, അതേപോലെ തന്നെ ഡിഫോഗർ, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ. പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് ഡീസലാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഡീസൽ, സിംഗിൾ ഓണർഷിപ്പ്, മൈക്രോ. ഓക്കെ, നല്ല എയർ ബാഗ് ഉൾപ്പെടെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 2,40,000. 2,40,000 2012 മോഡലാണ്. ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കും വണ്ടി. കാരണം അത് സ്റ്റെപ്പിന് പോലും ഇറക്കിയിട്ടില്ല, ചോദിക്കുമെന്ന് അറിയില്ല. അത്രയും കണ്ടീഷൻ കാണണം. ഇറക്കിക്കണോ? ഇല്ല, അതെ ഞാൻ പറഞ്ഞത്. വിശ്വസിച്ച് ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത് കാണുള്ളൂ. ഞങ്ങൾ നോക്കിയിട്ടില്ല ഇതിൽ സ്റ്റെപ്പിന് ഇറക്കിക്കണോ. ഷേപ്പ് ഔട്ട് ആയിട്ടൊന്നും ഇല്ല. 12 വണ്ടിയാണ്. ഇതൊക്കെ പോളിഷ് ചെയ്താൽ തന്നെ വണ്ടിയെല്ലാം ഇതുണ്ടാവും. നമ്മളിവിടെ അങ്ങനെ വെയിൽ കൂടുതൽ കൊണ്ടുവരാനുസരിച്ച് വണ്ടികളെ. ഓക്കെ, ഇത് ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടാവും? ലോൺ എന്തായാലും 2 രൂപ അടുത്ത് ലോൺ ചെയ്യും. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ എത്ര റേറ്റിന് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും? നമുക്ക് 2,40 കൊടുക്കണം. കുറയ്ക്കണ്ടേ? വരട്ടെ, ചെറിയ മാറ്റം വെച്ച് കൊടുക്കാം. ഓക്കെ, 11 ഇൻഡിക്കല്ലേ? അതെ, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ക്വാർട്ടർ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിയാറ്റിന്റെ ഒക്കെ സെയിം എഞ്ചിൻ തന്നെയാണ്. അതെ, ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ആഫ്റ്റർ മാർക്കറ്റ് 2 ഡോർ പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട്. LS എന്നുള്ള വേരിയന്റ് അല്ലേ? അത് 1,20,000 വരും. LS അല്ല, ടെറയാണ്. 1,20,000 റേറ്റ് വരുന്നത്. നിലവിൽ വണ്ടി എന്താ കണ്ടീഷൻ? നല്ല വണ്ടിയാണ്, നല്ല മെക്കാനിക്കൽ. റേറ്റ് കുറച്ച് കൊടുക്കാനും പറ്റില്ലേ? 11 ഇൻഡിക്ക. ഇതോ എലാൻഡ്ര പെട്രോൾ ആണ്. 2005 മോഡലാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. ഇത് 1,10 വരും. 2005 എലാൻഡ്ര. നല്ല മെക്കാനിക്കൊക്കെ ഉള്ള വണ്ടി. മൈലേജ് വലിയൊരു പ്രശ്നമില്ല. അതേ സമയത്ത് അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സും നല്ല കംഫർട്ടൊക്കെ വേണ്ടവർക്ക് പറ്റിയ വണ്ടിയാണ്. ഇൻഡിക്ക ഇത് 2025 വരെ പേപ്പർ ഫിറ്റ് ഉള്ളത്. അതെ. ഓക്കെ, ഇത് ബ്രിയോ 2014-15 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ, 70,000 കിലോമീറ്റർ ഓടിക്കുന്നത്. പെട്രോള് മാത്രമേ ആ ടൈമിൽ വരുന്നുള്ളൂ. 1.2 ലിറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. VX അല്ല, ZX ആണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വാങ്ങുന്നത്. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 2 എയർ ബാഗ് ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നുമല്ല, കീ സ്റ്റാർട്ട് ഒന്നുമില്ല, നോർമൽ അല്ലേ? എല്ലാ വീൽസ് വരുന്നുണ്ട്. പഞ്ചറായിട്ട് മാറ്റിയിട്ടല്ലേ?
ഒരു എല്ലാ ഉള്ളിൽ അത് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ. റേറ്റ് എത്ര വരുന്നത്? 2000? ഇത് 3,40,000. 14 ബ്രയോ VX 15 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 15 ബ്രയോ, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ, 340. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, 3 ഉറുപ്പിക അടുത്ത് ലോൺ ചെയ്യാം. റേറ്റ് വ്യത്യാസം കാണുന്നുണ്ട്. എങ്ങനെ? കുറവുണ്ട്. കുറവാ? നിങ്ങളവിടെ പെട്രോളിന് ചിലപ്പോൾ വില ഉണ്ട്, ഇവിടെ അങ്ങനെ കുറവാ. ചില ഓരോ ജില്ലയ്ക്ക് ഓരോ റേറ്റ്, ഓരോ മാർക്കറ്റ് ഉണ്ട് എന്നാ പറയാ. സാധാരണ ബ്രയോ 14-15 ഒക്കെ ആണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ റേറ്റിനേക്കാളും കൂടുതൽ. SMT ഒക്കെ നമ്മൾ ഈ പറഞ്ഞ റേറ്റിനെ കാണാം. ഇനി കൂട്ടാൻ പറ്റൂല. അല്ല, കൂട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കിട്ടുമ്പോൾ അനുസരിച്ച് കൊടുക്കും. അത്രേ ഉള്ളൂ. ഞാൻ അത്ര വില കുറച്ചിട്ട് വില കുറച്ച് തന്നെ കൊടുക്കല്ലേ. ഇപ്പൊ നമ്മള് മുതലല്ലേ, എന്തും ചെയ്യല്ലേ. പിന്നെ അല്ല, അമിത ലാഭം വേണ്ട തന്നെയല്ലേ? അമിത ലാഭം വേണ്ട. ലാഭം, ചെറിയ ലാഭം എടുക്കാതെ ഞാൻ എയർപോർട്ട് മുന്നോട്ട് പോകില്ലല്ലോ. അതില്ല, അല്ല കൂടുതലായിട്ടുള്ള ലാഭം വേണ്ട. കുറെ വണ്ടികൾ നമ്മൾ എല്ലാ വണ്ടികളും ലാഭത്തിനല്ല വെക്കണം, ചില നഷ്ടത്തിന് നഷ്ടം. ലാഭം മാത്രമല്ല ബിസിനസ് ഇറക്കുള്ളൂ. അതും വേണ്ടേ? രണ്ടും വേണം തീർച്ചയായിട്ടും. ഇയോൺ എങ്ങനെ അടിക്കല്? ഇയോണ് 2017-18 ഇറ മാഗ്ന ഡിലൈറ്റ്. ഇത് ഇറ പ്ലസ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50. ഫസ്റ്റ് ഓണർ വണ്ടിയാ. ഓക്കെ, നല്ല വണ്ടിയാ. നല്ല വണ്ടിയാ. ഇറ പ്ലസിൽ സ്റ്റീരിയോ വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിലും സ്റ്റീരിയോ ഇല്ല. ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണുന്നില്ല. ഓണർഷിപ്പ് എത്ര ഉണ്ട് റാഫിക്ക? ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 17-18 ഇയോണ്. റേറ്റ് എത്ര വരുന്നുണ്ടാവും? നമുക്ക് 2,35 കൊടുക്കാം. 2,35 2017-18 ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ലോൺ കയറണ്ട. 2,40 ലോണ് സിമ്പിളായിട്ട് കയറും. അടുത്ത എക്സ്പ്രസോ, ഇത് നല്ല റേറ്റ് ആട്ടോ. ഇത് 2019. ഇത് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല റേറ്റ് ആണല്ലോ. പിന്നെ 19 മോഡലാണ്. ഇതാണെങ്കിൽ VXI പ്ലസ് ആണ് ഇത് വരുന്നത്. VXI പ്ലസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. എയർ ബാഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. എയർ ബാഗ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഫംഗ്ഷൻസ് വരുന്നുണ്ടാവും. ബാക്കിൽ പവർ വിൻഡോസ് വരുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ പവർ വിൻഡോസ് വരുന്നുണ്ടാവുള്ളൂ. ആ ഒരു വ്യത്യാസമുള്ളൂ. കിലോമീറ്റർ എത്ര ഉണ്ട് ഇത്? കിലോമീറ്റർ 50 മേലെ ഓടിക്കണം. 5.0 ആണോ? അതെ. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസും ഇല്ല. ഫസ്റ്റ് ഓണർ വണ്ടി. മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ? 19 മോഡൽ. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കാണെങ്കിൽ 3,85,000 കൊടുക്കാം. 3,85 2019 VXI പ്ലസ് അല്ലേ? എന്തായാലും ഒരു 3 ഉറുപ്പിക ലോൺ ചെയ്യാം. ഓക്കെ. കിലോമീറ്റർ 5.0. 50 മേലെ ഓടിക്കണേ. 50 മുകളിൽ. ഓക്കെ. 60 ആയോ? 60 അടുത്ത്. ഓക്കെ. അടുത്ത് ഇത് 2010 മോഡലാണ്. ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇതാകെ 85,000 കിലോമീറ്റർ ഓടിക്കുന്നു. 8.5? അതെ. ഇത് VXI ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. മോഡൽ ഏതായിരുന്നു? 2010 മോഡൽ. ഓക്കെ. 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്, അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്കൊരു 1.5 ഉറുപ്പിക കൊടുക്കാം. 1.5. സെനസിലൂടെ റേറ്റ് ഉണ്ട്. ചിലത് K സീരീസ് മാറി നമ്മൾ വാഗനറിൻ്റെ എഞ്ചിനല്ലേ വരുന്നത്. അതാണ്. മറ്റേ വണ്ടികളും മൈലേജ് കുറയും. മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് തന്നെ ആവശ്യക്കാരനെ എല്ലാവരും ഏതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ചിലതിൽ അങ്ങോട്ട് കുറയുന്നുണ്ട്, ചിലതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, അത്രേ ഉള്ളൂ. ഈ 1.5 പറഞ്ഞത് 1.5 ഫൈനലൊന്നും അല്ലല്ലോ? ഫൈനലല്ല, ഇന്ന് ചില മാറ്റം വരുത്തി കൊടുക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. വണ്ടികൾ ഞാൻ പറഞ്ഞില്ല, ക്വാളിറ്റീൻ്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വില ഉണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അതൊക്കെ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും കൊടുക്കാം. അടുത്തത് ഇത് 2015 മോഡലാണ്. ഇത് ചെറിയൊരു വർക്ക് എടുത്തിക്കണേ. ആക്സിഡന്റ് ചെറിയ വർക്ക് ഉണ്ട്. എങ്ങനെയാ? അടികൊണ്ട് ചെറിയൊരു വർക്ക് വന്നിക്കണേ. അപ്രോൺ അല്ല, സൈഡ് കൊണ്ട് ചെറിയ ഈ പെൻഡറിൻ്റെ അവിടെ ചെറിയ വർക്ക് വന്നതാണ് വണ്ടി. 2015 മോഡലാണ് വണ്ടി. VXI ആണ്. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ റാഫിക? 50,000 കിലോമീറ്റർ ഓടിക്കും. 5.0? അതെ. ഇപ്പം നിലവിൽ ഇപ്പം ഈ ഒരു വർക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് ടൈറ്റ് വർക്കിംഗ് ആണ്. ഇത് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല, പക്ഷെ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്നല്ലേ? അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു മുന്നേറ്റമാണത്. അപ്പം അങ്ങനെ ഒരു വർക്കിനെ കൊണ്ട് വണ്ടിക്ക് ഇപ്പോൾ അലൈൻമെന്റ് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്? ഒരു പ്രശ്നമില്ല. ഓക്കെ. ഫീച്ചർ സൈഡിൽ AC ഉള്ളത് എടുത്തിക്കണ്, വേറെ ഒന്നുമില്ല. അതിനുള്ള മാർക്കറ്റ് വ്യത്യാസം ഉണ്ടല്ലോ, വില കൊണ്ട് മാർജിൻ. 15 എത്ര ചോദിക്കുന്നത്? അപ്പോൾ നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. 15 3 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതെ. ഓക്കെ. എന്തായാലും 3 ലക്ഷം രൂപ ലോൺ ചെയ്യാം. 3 ലോൺ വരും അല്ലേ? ഓക്കെ. ഇത് അമേസാണ്. 2013 ആണ്. പെട്രോൾ ആണോ ഡീസലാണോ? ഡീസലാണ്. സെയിം എഞ്ചിൻ തന്നെ. ഫ്രണ്ട് ഗ്ലാസ് മാറിയിരിക്കണ്. വെറുതെ മാറിയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? മാറ്റിയോട് ചോദിക്കണം, അപ്പോൾ എങ്ങനെ മാറിയിരിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മളെങ്ങനെ മാറിയിരിക്കണമെന്ന് പറഞ്ഞത് കണ്ടിട്ട്. ഓക്കെ. അതെന്നറിയോ, മേജർ ആക്സിഡന്റ് ഒന്നുമല്ല, പക്ഷെ മാറി ഉണ്ട് കിട്ടുമെന്ന് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നേരം ട്രോളായിട്ടൊക്കെ കാണാറില്ല. മാറിയതല്ലേ പറയാൻ പറ്റുള്ളൂ. അതത്രേ ഉള്ളൂ, മാറ്റിയിട്ട് പറയാൻ പറ്റില്ല.
ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോസ് ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ID.Tech എഞ്ചിനാണ്, നമ്മളെ മുന്നേ കണ്ട അമേസ് പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്, 20 മൈലേജ് ഉണ്ടാവും. 2013 വേരിയൻ്റ് പറഞ്ഞാൽ എസ് ആണോ? എസ് ആണ്, SMT ആണ്. റേറ്റ് എത്ര വരുന്നത് ട്രാഫിക്? നമുക്ക് 285 കൊടുക്കാം. 285 2013 അമേസ് അല്ലേ, നല്ല റേറ്റ് ഉള്ളൂ. എന്തായാലും 240 ലോൺ ചെയ്യാം. ഓക്കെ, ഓൾഡ് ഷേപ്പ് i20 ആണ്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2011 മോഡലാണ്. ആസ്റ്റയാണോ? ആസ്റ്റയാണ്. OE എല്ലാ വീൽസ് കാണുന്നുണ്ട്, എയർ ബാഗ്സ് അതേപോലെ തന്നെ ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും, അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും. പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ആയിരിക്കും. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണേ. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ. CRT എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും, 6 സ്പീഡ് ടർബോ. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ പറഞ്ഞാൽ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. റേറ്റ് എത്രയാ? ഇത് റേറ്റ് നമുക്ക് 190 കൊടുക്കാം. 190. 2011 i20 ആസ്റ്റ് അല്ലേ, ഡീസൽ. ട്രാഫിക് അടുത്ത് ഇത് 2008 പുതിയ പേപ്പർ കംപ്ലീറ്റ് പെടുത്താണ്. 2028 പേപ്പർ വാലിഡിറ്റി ഉണ്ടാവും. KL60 കാസർഗോഡ് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ. VDA ആണ് ഡീസലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ 1.25 ഫൈനായിട്ട് കൊടുക്കും. 1.25 നല്ല റേറ്റ് ആണ്. കൂടുതലുണ്ടോ? ഏയ് നല്ല റേറ്റാ. അതിനും കുറച്ച് കിട്ടാൻ പൊട്ടിക്കണ റെഡിയാക്കി കൊടുക്കട്ടോ. തേങ്ങ അല്ല, അതൊന്ന് ഊരിയതാണ്. ഈ പാർട്ടിക്കാർ വണ്ടി നോക്കുമ്പോൾ നടക്കുമ്പോൾ ചിലപ്പോൾ പാസേജിൽ പൊട്ടുന്നതാണ്. നമ്മൾ റെഡിയാക്കി കൊടുക്കാം കംപ്ലീറ്റ്. 4 പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്. ഇതിൽ ബാക്ക് സ്ക്രീൻ എന്താ ചെയ്തിട്ടുണ്ട്? ശരി, LCD കാര്യങ്ങളൊക്കെ ഉണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്താണ്ടല്ലേ, ആഫ്റ്റർ മാർക്കറ്റ്. മുഖ്യ വണ്ടികളൊക്കെ ചില വണ്ടികളൊക്കെ ഉണ്ട്, നമ്മൾ പറയുന്നില്ല, നമ്മളിത് പറഞ്ഞിക്കാണ്ട് ഇങ്ങനെ പോവല്ലേ. ഓക്കെ, 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. 2008 വണ്ടിയെ കൊണ്ട് ലോൺ കിട്ടില്ല. അടുത്തത് ഇത് ഗോ പ്ലസ് ആണ് വരുന്നത്. ഗോ പ്ലസ് ഇതാണ് നമ്മൾ മുന്നേ പറഞ്ഞ 7 സീറ്റർ അല്ലേ? അവതരണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആരുടെ? ഏയ് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഫസ്റ്റ് ആയിട്ട് അല്ലല്ലേ, സ്റ്റാൻഡേർഡ് അല്ല ഉദ്ദേശിച്ചത്. ഞാനിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ രീതി ചിലത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡാസൻഗോ 7 സീറ്റർ വണ്ടിയാണ്, 1 ലിറ്റർ എഞ്ചിനാണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. 1 ലിറ്റർ എഞ്ചിനിൽ ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. വരുന്നത് 15 മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 2 രൂപയ്ക്ക് പുറത്തുണ്ട്, 2.25 ആ റേഞ്ചിലൊക്കെ ഉണ്ടോ? നമുക്ക് ആ വിലക്ക് കൊടുക്കാം. നമുക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തന്നില്ല മോശം. എന്തായാലും 2 രൂപേൻ്റെ അടുത്ത് മേലെ ലോൺ ചെയ്യാൻ വേണ്ടി. 2 രൂപേനെ പുറത്തന്നെ ലോൺ ചെയ്യാൻ പറ്റുമല്ലേ? വലിയ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഷേപ്പ് ഔട്ട് ആയിരുന്നു വലിയ രീതിയിൽ തോന്നുന്നു. പോളിഷ് ചെയ്യാറ്റുള്ള പ്രശ്നമാണ്. വെയിലത്ത് ഇപ്പൊ കണ്ടില്ല, ഇവിടെ ഒന്നാമത് കണ്ടില്ല, ഇവിടെ നമ്മൾ സീറ്റ് ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. വെയിൽ കൂടുതൽ കൊള്ളുമ്പോൾ അങ്ങനെ ഇതാവണാണ്. പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കട്ടോ. അത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. 8.0. നല്ല വണ്ടിയാണോ? ആ വണ്ടി നല്ല ഉണ്ട്. റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2.25 രൂപ കൊടുക്കാം. 2.25. അടുത്ത് വരുന്നത് ഇയോൺ ആണ്. 2013 ഡിലൈറ്റ് പ്ലസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ബേസ് മോഡലാണ്. 800cc ഇയോൺ അല്ലേ ഇത് 2013 അല്ല, ഇത് 800cc വരുന്നത് 14 ശേഷമൊക്കെ അല്ലേ 1000 വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. സ്റ്റീരിയോ മാത്രം ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മാഗ്നയിലായിരിക്കും സ്റ്റീരിയോ വരുന്നത്. റേറ്റ് എത്ര ഉണ്ട്? 2013 1.5 താഴെ ആണെങ്കിൽ നമുക്ക് 1.40 കൊടുക്കാം. 1.40 2013 ഡിലൈറ്റ്. 12/13 അല്ലേ 13 തന്നെയാണ്? 13 പക്ക മോഡൽ ഉണ്ട്. വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇയാണല്ലേ. എന്തായാലും നമുക്കൊരു 1.30 കണ്ട് ലോൺ ചെയ്യാൻ 1.30 ലോൺ കിട്ടും. ട്രാഫിക് അടുത്ത് ഡീസൽ 2000 സ്വിഫ്റ്റ് റിക്സ് ആണ്. 2011-12 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 2011-12 റിക്സ് എന്ന് പറയുന്നത് ഡീസൽ. നമുക്ക് ഫിയാറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ വരുന്നുണ്ടോ. VDA എന്നുള്ള മിഡിൽ ഓപ്ഷനാണ്. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. AC പോർഷന് 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. ഇതിൽ LCD ചെയ്തിട്ടുണ്ടല്ലേ? അതെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 3ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി. ഓക്കെ, ചൂടായിട്ട് ബീഡിങ് ഒന്ന് ടൈറ്റ് ചെയ്താലേ? അതെ, തുറക്കാതെ ഇരുന്നിട്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിന്? അങ്ങനെ മേജറായിട്ടൊന്നുമില്ല. ഷേപ്പ് ഉണ്ട്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? 2012 സ്വിഫ്റ്റ് 2.30 കൊടുക്കട്ടെ വണ്ടി. 2012 റിക്സാ? 12 രജിസ്റ്റർ ഉണ്ട് വണ്ടി. ഓക്കെ, 11-12 റിക്സ് അല്ലേ? എന്തായാലും 2 രൂപേൻ്റെ അടുത്ത് ലോൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇയോണ് 2014 മോഡൽ മാഗ്നയാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. 2014 ഇയോണ് മാഗ്ന എന്ന് പറയുന്നേരം AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഇൻബിൽട്ട് സ്റ്റീരിയോയും 2 ഡോർ പവർ വിൻഡോസും വരുന്നുണ്ടാവും. 800cc അല്ലേ ഇയോണ്? 800cc അല്ലേ ഇയോണ്? 2 പേരുണ്ടല്ലോ, 1000 പേരുണ്ട്, 800 പേരുണ്ട്. അല്ല, ഇത് ഏതാ? ഇത് 800 ഇയോണ് ഏതാ വരുന്നതെന്ന് ചോദിച്ചു. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ ഇയോണ് 2014? ഇത് 1 ഓടിയിട്ടുള്ളൂ. ഓക്കെ,
ഇതാണ് നമുക്കൊരു 1.85 കൊടുക്കാം കേട്ടോ. 1.85. 1.85 2014 യോൺ. ഓക്കെ, അടുത്തത് 1.25 ലോൺ ചെയ്യാം. ഇത് 2012 ആസ്റ്റ i20 ഡീസലാട്ടോ തന്നെ. ആസ്റ്റയാണത്? അതെ, അലൈവിൽ ഒഴിവാക്കിയെന്നുള്ളൂ. അലൈവിലില്ല, അതാ നോക്കിയതാ. അലൈവിൽ അവർ മാറ്റിയതാണ്. ഓക്കെ, ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുള്ളോട് വണ്ടി തന്നെയാണ്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ്, പിന്നെ ബട്ടൺ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും, കീലെസ് എൻട്രി, 6 സ്പീഡ് ടർബോ ഉൾപ്പെടെ വരുന്ന ട്രാൻസ്മിഷൻ ആയിരിക്കും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. ഇത്രയ്ക്കാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ABS ഉണ്ടാവും. പിന്നെക്കാട്ടി കൂടുതൽ വണ്ടിനെ കുറിച്ച് നല്ല അറിവുണ്ടല്ലോ. വീഡിയോ ചെയ്ത് താമ്പായി. നമുക്ക് ഇത്ര കൂടുതൽ അറിയില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ പറഞ്ഞു. അപ്പോൾ i20 ആസ്റ്റ ഡീസൽ അത്യാവശ്യം നല്ല പോലെ പ്രീമിയം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൺറൂഫ് ലിമിറ്റഡ് എഡിഷനിൽ വരുന്നുണ്ടായിരുന്നു, ഇതിലില്ല. അതൊഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ തന്നെ. 2012 മോഡൽ. റേറ്റ് എത്രയാണ്? ഫ്ലൂയിഡിക്കാണ് ഷേപ്പ് വരുന്നത്. അതെ, ഇത് നമുക്ക് 2.70 2.70. ഓക്കെ, എന്തായാലും ₹2 അടുത്ത് ലോൺ ചെയ്യാം. അടുത്തത് ലോൺ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ടാവും? 70 കൂടിയാണ്. 70,000 റേഞ്ചിൽ കിലോമീറ്റർ ഉണ്ട്. കമ്പനീസിനുള്ള വണ്ടിയല്ലേ? അറിയില്ല, നോക്കണമല്ലോ. LSI ബീച്ച് സൈഡിൽ AC പോർഷൻ, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, 800cc എഞ്ചിനായിരിക്കും. 18 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ അതിന് മുകളിലും കിട്ടുന്നുണ്ട്, കണ്ടീഷൻ പോലെ, ഡ്രൈവിംഗ് റോഡൊക്കെ പോലെ തന്നെ. റേറ്റ് എത്ര വരുന്നത്? ഇത് 2.20. മോഡൽ 2016 പറഞ്ഞത്? 15 വണ്ടി 2.20. ഓക്കെ, അടുത്തത് ഇത് 2014 മോഡല്. 2014 ഓൾട്ടോ 800. റേറ്റ് എത്ര വരുന്നത്? ഇതാണെങ്കിൽ 1.95. 1.95. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ ട്രാഫിക? 60,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ, സെക്കൻഡിൽ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. ഔട്ടർ മാർക്കറ്റ് കാര്യമായിട്ടും ചെയ്തിട്ടില്ല. പൈനിയറിൻ്റെ ഒരു സെറ്റ് മാത്രം ചെയ്തിട്ടുണ്ട്. അടുത്ത ഓൾട്ടോ 800 2017 ആണ്. 2017 ആണോ 18? വെറും 17 തന്നെയേ ഉള്ളൂ. LSI LXI ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിക്കണേ 70,000. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3 എടുക്കുന്നുണ്ട്. ഓക്കെ, 17 മോഡൽ ഓൾട്ടോ 800, 70,000 കിലോമീറ്റർ. റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് 2.45. കുറയൂലേ? എന്താ ശരിയാ, മാറ്റം പറ്റി വെക്കാം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. അടുത്തത് ഇത് 2015 മോഡൽ. അൾട്ടോന്റെ ചാകരയല്ലേ ലോ ബഡ്ജറ്റിൽ? കേട്ടൻ അൾട്ടോ കേട്ടാൻ ഡീറ്റെയിൽ എങ്ങനെ ട്രാഫിക്കാ? കേട്ടൻ 2015 മോഡൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 25 ഓടിയിട്ടുള്ളുണ്ട്. എത്ര? 25,000. 25,000. ഓക്കെ, 3.5 ഉണ്ടോ റേറ്റ്? ഇല്ല, 3.40 എടുക്കാം. 3.40. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, AMT ട്രാൻസ്മിഷൻ. നമ്മൾ സാധാരണ 2016 വണ്ടിയൊക്കെ 17 വണ്ടിയൊക്കെ 3.5 റേഞ്ചിൽ കാണാറുണ്ട്. 25,000 കിലോമീറ്റർ അല്ല ഉണ്ടാവാറുണ്ട്, 50 ഒക്കെ ഉണ്ടാവാറുണ്ട്. ഓണർഷിപ്പ് എത്ര സിംഗിളാണ് വരുന്നത്? സെക്കൻഡ് RC ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്താ ഉള്ളത്? ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ്, ഗ്ലാസ്, ബമ്പർ, ബോണറ്റ് ഒന്നുമില്ലല്ലോ. പക്കാ വണ്ടിയാണ്. ലോണ് എത്ര കിട്ടുന്നുണ്ടോ ഏകദേശം? 3 റേഞ്ചിൽ ചെയ്യാം ലോൺ. റേറ്റ് വ്യത്യാസം കാണുന്നുണ്ട്, ഞാൻ ഓപ്പണായി പറയുന്നുണ്ട്. പക്ഷേ 25,000 കിലോമീറ്റർ ഓടി വണ്ടി എന്നുള്ളൊരു പരിഗണനേൻ്റെ പുറത്ത് എന്തായാലും റേറ്റ് വ്യത്യാസം നോർമലാണത്. ഡിസയർ 2014 ആണത്. LD VDI ZD. ഇത് VDI ആണ്. VDI ആണ്. ഡീസലിൽ ഫിയാറ്റിൻ്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെ, 1.3 ലിറ്റർ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. എയർ ബാഗ് വരുന്നുണ്ടോ? VDIയിൽ വരുന്നില്ല അല്ലേ? ZDയിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഇൻബിൽട്ട് കമ്പനി OE സ്റ്റീരിയോ വരുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ ഡിസയറിൽ? ട്രാഫിക? ഇല്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ ഓടിക്കണം 1.10 ഓടിക്കുന്നുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണോ? ഏകദേശം കമ്പനി ഹിസ്റ്ററൊക്കെ ഉള്ളതുണ്ട്. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് 3ാമത്തെ കളി. ഓക്കെ, റേറ്റ് എത്രയായിരുന്നു? ഇതാണെങ്കിൽ നമുക്ക് 3.90 കൊടുക്കാം. 3,90,000. 3.90. ഓണർഷിപ്പ് കൂടുതൽ അതിനെക്കൊണ്ടുള്ള ഒരു റേറ്റ് വ്യത്യാസം വരുന്നത് അല്ലേ? ചിലത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറയണ തന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ കൺഫേം ആക്കി പറഞ്ഞു കേട്ടോ. ഓക്കെ, 3.90 ഫൈനലും അല്ല, റേറ്റ് അല്ലേ പറഞ്ഞത്. ചിലപ്പോൾ ഓട്ടം ഓണർഷിപ്പ് വണ്ടി ഉണ്ടാവുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വാഭാവികമാണ്. അടുത്തത് ട്രാഫിക്, അടുത്തത് അൾട്ടിസ് ആണ്. അൾട്ടിസ് 2 ഉണ്ട്. 2011 തന്നെയാണ്. 2 ഒരുമിച്ച് പറഞ്ഞല്ലോ. അതെ, 2 റീവണ്ടിയാണ്. 2 ഒരേ ഓപ്ഷനാണ്, ജെ ഓപ്ഷനാണ് വണ്ടി. 2 റേറ്റ് എങ്ങനെയാ? 2,330. 2,330. 2 ജെ തന്നെയാ? സൺറൂഫിന്റെ സ്റ്റിക്കർ ഉള്ളൂല്ലേ? സ്റ്റിക്കർ ഉള്ളു. അൾട്ടിസ് സൺറൂഫ് ഇറങ്ങിയിരിക്കല്ലോ? ഇല്ല. അത്യാവശ്യം ക്രൈസുള്ള ആരെയും ചെയ്താലോ? അതെ, ഇതും ജെ തന്നെ? അതെ, ജെ.
പക്ഷെ ഇതിൽ എല്ലോയ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഇൻറ്റീരിയർ നല്ല നീറ്റാണ്. വണ്ടി തമ്മിലുള്ളൊരു വ്യത്യാസം കാര്യമായിട്ടൊന്നും പറയാനില്ല. ഒരു വണ്ടിക്ക് കണ്ണട ഉണ്ട്, ഒരു വണ്ടിക്ക് ഉണ്ട്. എല്ലാ സാധനം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കൊടുക്കാനുള്ളത്. അല്ല ഈ മറുകുള്ളവൻ അച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടല്ല, ഇവിടെ പാർട്ടിക്കാർ വണ്ടി നോക്കുമ്പോൾ നടക്കുമ്പോൾ ചിലപ്പോൾ തട്ടിപ്പോകുന്നവരെ അങ്ങനെ പൊട്ടുമ്പോൾ റെഡിയാക്കാൻ കൊടുത്തതാണ്. സത്യം പറഞ്ഞതാണ്. ഒരു അൾട്ടിസിന് മറുക് ഇതില്ല, കണ്ണാടി ഇല്ല. കണ്ണാടി ഇപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്തൊക്കെ കൊടുക്കൂലേ? ഫുള്ള് ഫിറ്റ് ചെയ്ത് കൊടുക്കും. കണ്ണാടി ഇല്ലാത്ത അൾട്ടിസിന് 330, കണ്ണാടി ഉള്ളതിന് 330. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്ക് കിട്ടാൻ ചെറിയ ലോൺ കിട്ടുള്ളൂ. 2.5 കിട്ടുമോ? പ്രയാസമായിരിക്കും. 2 രൂപേനെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. അത് ഇതിന്റെ പ്രശ്നം കൊണ്ടാണോ? റീവൈൻഡ് ചെയ്യാൻ കൊണ്ടാണോ? റീവൈൻഡ് ലോൺ തരുന്നവരെ പറഞ്ഞാലും ഇപ്പം തരാൻ കഴിയുള്ളൂ. അവരെത്ര കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത 2010 ഇതാണ്. നമുക്കൊരു ഫൈനലാണ് 2.30 കൊടുക്കും കേട്ടോ. സ്വിഫ്റ്റ് വീഡിയോ അല്ലേ? ഡീസൽ 2010 സ്വിഫ്റ്റ് വീഡിയോ 2.30. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. സ്വിഫ്റ്റിനോട് നല്ല റേറ്റ് ഉണ്ടല്ലേ? സ്വിഫ്റ്റ് റേറ്റ് ഉണ്ട്. സ്വിഫ്റ്റ് എപ്പോഴും മാർക്കറ്റുള്ള വണ്ടി, എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. മലപ്പുറത്തൊക്കെ ഭയങ്കര റേറ്റ് ആണ്. തലശ്ശേരി സൈഡിൽ, കണ്ണൂർ സൈഡിലും. കോഴിക്കോട് മോശമൊന്നുമില്ല കേട്ടോ. മാരുതിനെ എല്ലായിടത്തും പ്രത്യേകിച്ച് ഡീസൽ. ട്രാഫിക് അടുത്ത എറ്റിയോസ് ആണ്. ലിവ ആണോ എറ്റിയോസ് ആണോ? ഇത് എറ്റിയോസ് ആണ്. 2016 GD-SP ആണ്. GD-SP എന്നുള്ളത് ലിമിറ്റഡ് എഡിഷൻ, അതായത് GD-ക്ക് മുകളിലാണ്. അതന്നെ 2 എയർ ബാഗ് വരും. റീവണ്ടിയാണ്. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് ഉണ്ടോ, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും. GD എന്ന് വരുന്നത് ഡീസലാണ്. ഡീസൽ മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2016 ഫേസ് ലിഫ്റ്റ് വേർഷനാണിത്. 16 GD-SP റേറ്റ് എത്ര വരുന്നത്? 4 MB കൊടുക്കാം. 4 MB 2016 GD-SP ലിവ അല്ലേ? ലിവ അല്ല, എറ്റിയോസ് അല്ലേ? ടാക്സിക്കാർക്കൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്. ലോൺ എന്തായാലും 4 പുറത്ത് കയറൂലേ? 4 രൂപ ലോൺ ചെയ്യാം. ഇത് 2011-12 രജിസ്റ്ററുള്ള കേരള വണ്ടിയാണ്. GD ആണോ, G ആണോ, V ആണോ? GD ആണ്. GD എന്നുള്ളത് ഡീസലാണ്. ടൊയോട്ടേൻ്റെ 1.4 ലിറ്റർ എഞ്ചിനായിരിക്കും. 20-25 മൈലേജ് കിട്ടുന്നുണ്ടാവും. വലിയ മെയിൻ്റനൻസ് സൈഡിലൊന്നും നോക്കാനൊന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കുന്ന വണ്ടി. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റീരിയോ എത്രയാണ് ഫീച്ചർ സൈഡിൽ വരുന്നത്. GD റേറ്റ് എത്രയാണ് വരുന്നത്? കേരള വണ്ടീനെ കൊണ്ട് 3 പുറത്ത് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എത്ര ഉണ്ട്? 3.35. 3.35 2012 അല്ലേ? 12 രജിസ്റ്ററുള്ള വണ്ടി. ഓക്കെ. ലോൺ എന്തായാലും ഒരു 3ന്റെ അടുത്ത് തന്നെ എന്തായാലും കിട്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ മേജർ ആയിട്ടൊന്നുമില്ല. ഓക്കെ. അടുത്ത റഫിക എങ്ങനെ അടുത്ത നമുക്ക് ഒരു ഓട്ടോമാറ്റിക് 16 വാഗനർ കൊടുക്കാം. VXI ആണ്. റിം കൺവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? വൈഡ് റിം കൊടുത്തിട്ടുണ്ട്. വേണ്ടെങ്കിൽ നമ്മൾ ഊരി ഒഴിവാക്കി കൊടുക്കാം. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ. എങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. KL 11 രജിസ്ട്രേഷൻ ആണ്. മോഡൽ 2016 പറഞ്ഞത്. 16. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് കേട്ടത്. ഓക്കെ. AMT ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നത്. അതെ. സ്റ്റിയറിംഗിന്റെ അതിന്റെ കേസ് ഒരു ബാക്കിൽ വെച്ചിട്ടുണ്ട്. അതതിന്റെ ക്ലിപ്പ് ഊരി അത് വിട്ടുകൊടുക്കാം. ഓക്കെ. പിന്നെ ചാവി, സെക്കൻഡ് ചാവിക്ക് ചെറിയ കംപ്ലൈന്റ് വന്നപ്പോൾ നേരൊക്കെ കൊടുത്തിരുന്നു. റെഡി ആയിക്കണ്. ഓക്കെ. കൊടുക്കാനുള്ളൂ, വേറെ പ്രശ്നമൊന്നും. ഇപ്പം നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, കുഴപ്പമില്ല. വണ്ടി കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര വരെയുണ്ട്? ഓണർഷിപ്പ് ഇത് 3-4 ആയിരിക്കണം. 4ാമത്തെ ഓണർ. സോറി. ഓക്കെ. റേറ്റ് എത്രയായിരിക്കും റാഫിക്ക? നമുക്ക് റേറ്റ് നമുക്ക് ഒരു 3.40 കൊടുക്കട്ടെ വണ്ടി. 3.40 2016 ഓട്ടോമാറ്റിക് VXI അല്ലേ? അതെ. എന്തായാലും ഒരു 3 രൂപ ഉള്ളിൽ കണ്ടിട്ട് ലോൺ ചെയ്യാമാണ്. ഇപ്പം നിലവിൽ കമ്പനി ഹിസ്റ്ററിക്ക് ഉള്ള വണ്ടിയാണ്. കമ്പനി ഏകദേശം കമ്പനി ഉള്ള വണ്ടി തന്നെയാണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? മേജർ ആയിട്ടൊന്നുമില്ല. ചെറിയൊരു മൈനോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വണ്ടിൻ്റെ കാര്യമില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ നമ്മളും കാണാത്ത ഉണ്ടാവും. ചിലത് 14 മോഡല് 2014 ഡാറ്റ്സൺ ഗോ. അതെ. വേരിയന്റ് ഏതാ? ഇത് T ആണ് വരുന്നത്. ഓക്കെ. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 65,000. 65,000. ഓണർഷിപ്പ് 3ാമത്തെ കിടക്കുന്നുണ്ട്. റേറ്റ് എത്ര വരുന്നത് 2014 ഗോന്? ഇതാണെങ്കിൽ 2 രൂപ കൊടുക്കാം. ഓക്കെ. 1.90 കൊടുക്കും. ഇതിൽ വേറെ മോഡൽ ഉണ്ട്. വണ്ടി 15 പേരാണ്ട്. ഇപ്പോൾ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇപ്പോഴത്തെ പറഞ്ഞു. ശരി. അടുത്തത് ലിവ 2012 കേരള വണ്ടിയാണ്. GD ആണോ VD ആണോ? GD-യിൽ സ്പെഷ്യൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വന്ന വണ്ടി. ഓക്കെ. എല്ലോയ്സ് കമ്പനി തന്നെ വരുന്നുണ്ട്. അത് ലിമിറ്റഡ് എഡിഷനിൽ വന്നാണോ? അതെ. സ്കാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡ് സ്കേർട്ടിങ്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് കൊടുക്കുന്നത്. ലിമിറ്റഡ് എഡിഷനിലല്ലേ? ഡീസൽ അല്ലേ ഇത്? ഡീസൽ.
കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ റാഫിക? കിലോമീറ്റർ ഒന്നിൻ്റെ പുറത്ത് ഓടിക്കാൻ വണ്ടി. ഓക്കെ, സ്വാഭാവികം ഡീസൽ ലിവ അല്ലേ, കിലോമീറ്റർ വലിയൊരു കാര്യമില്ല. ടൊയോട്ടയുടെ എഞ്ചിൻ അതിനെ കൊണ്ട് ലിവ TRD എന്നാണ് പറയുന്നത്. ലിവ TRD അല്ലേ. റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 4.4. 2012 മോഡല്. 2012 ലിവ ലിമിറ്റഡ് എഡിഷൻ അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം. എയർ ബാഗ് എന്തെങ്കിലും വരുന്നുണ്ടോ ഇതിൽ? എയർ ബാഗ് ഒന്നുമില്ല. ഈ കാണുന്ന സൈഡ് സ്കേർട്ട്, ഫ്രണ്ട് ഇത് ബാക്ക് സ്കേർട്ടിങ്, അതേപോലെ തന്നെ എല്ലാ വീൽസിന് വ്യത്യാസം അല്ലേ? അതെ. ഓക്കെ, 2012 4.4. ലോൺ എന്തായാലും 3 റുപ്യൻ്റെ മേലെ ചെയ്യാം. 2018 മോഡലാണ്, ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. കിലോമീറ്റർ എത്ര ഉണ്ടോ? കിലോമീറ്റർ കൂടിക്കുന്നത് 50,000 കിലോമീറ്ററാണ് ഓടിക്കുന്നത്. 50. VXI ആണോ LXI ആണോ? VXI ആണ്. ഫീച്ചർ സൈഡിൽ VXIയിൽ ബാക്ക് വൈപ്പർ ഡീഫോഗർ ഉണ്ടാവും. ഫീച്ചർ സൈഡിൽ AC പോർഷൻ, 4 ഡോർ പവർ വിൻഡോസ് ഉണ്ട്. അന്നത്തെ ടൈമിൽ എയർ ബാഗ് വന്നിട്ടില്ല, അതിനെ കൊണ്ട് എയർ ബാഗും വരുന്നില്ല. ഇതിൽ ഈ ക്രോം ഫിറ്റിംഗ്സ് ഒക്കെ എക്സ്ട്രാ കസ്റ്റമർ ചെയ്ത് തന്നെയാണോ? അതെ. ഫ്രണ്ടിൽ മെഷ്, ഗ്രില്ല് അതെ ഒക്കെ എക്സ്ട്രാ കസ്റ്റമർ ചെയ്ത് തന്നെയാണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? AMT ട്രാൻസ്മിഷൻ വരുന്നത്? ഇത് 4.60 കൊടുക്കും. 4.60 2018 ഓട്ടോമാറ്റിക്, കിലോമീറ്റർ 50,000, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ്, വേറെ കംപ്ലീറ്റ് അപകടങ്ങളൊന്നുമില്ല. നമ്മളെ കാഴ്ചപ്പാടിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, ബാക്കി കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞാലല്ലോ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ അടുത്തത് ലക്ഷറി സെഗ്മെന്റ് BMW 2007 മോഡലാണ്, 5 സീരീസ് ആണ് വരുന്നത്. 2007 മോഡലാ? അതെ. പക്ഷേ ബോഡി ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ മോഡൽ പറയില്ല കേട്ടോ. അതെ, കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. പുതിയ പേപ്പർ കംപ്ലീറ്റ് പെടുത്തതാണ്. ഇത് കമ്പനി പെയിന്റ് തന്നെയാണ് നിലവിലുള്ളത്? അല്ലല്ല, ഇത് കമ്പനി പെയിന്റ് അല്ല, ഇത് അടിച്ചതാണ്. മാറ്റിയിട്ടുണ്ടല്ലേ? സിൽവർ കളറാണ് വരുന്നത്, ബ്ലാക്ക് ആക്കി, RC ബ്ലാക്ക് ആക്കിയാണ്. നല്ല എക്സ്പെൻസ്, നല്ല മെക്കാനിക്ക്, നല്ല ഫുൾ ഫിറ്റ് വണ്ടി കേട്ടോ, നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. 525D അല്ലേ? അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്, സൺറൂഫ്, ഇതൊക്കെ വരുന്നത്. സൺറൂഫ് വരുന്നുണ്ടല്ലേ? റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത്? റേറ്റ് ആണെങ്കിൽ നമുക്ക് 6,30,000 കൊടുക്കും. 2007 വരെ പേപ്പറല്ലേ? ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫീച്ചർ സൈഡ് പറയാൻ പോയി കഴിഞ്ഞാൽ തീരില്ല, അതിനെക്കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇതിന് AC ഫോർസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളാവും, അതിനെക്കൊണ്ട് നമ്മൾ ആ ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട്. റാഫിക, അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റിലുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. ചില വണ്ടിക്ക് റേറ്റ് കൂടുതലാണ്, ചില വണ്ടിക്ക് റേറ്റ് കുറവാണ്. അതെ, അത് കാര്യം പറഞ്ഞു, ഓരോ ജില്ലകളിൽ റേറ്റ് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത്. സ്വിഫ്റ്റിന് മലപ്പുറത്ത് റേറ്റ് കൂടുതലാണ്, ഹോണ്ടേൻ്റെ പെട്രോൾ വണ്ടിക്ക്, ഹോണ്ടേൻ്റെ ഡീസൽ വണ്ടിക്ക് ഇവിടെ റേറ്റ് താരതമ്യേന റേറ്റ് കുറവുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, റാഫിക്കാൻ്റെ നമ്പർ, കൂടുതൽ കുറേ ആൾക്കാരുടെ നമ്പർ, സൺമോട്ടോ കൺസൾട്ടൻറ്റുകൾ എല്ലാവരും നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിളിച്ചാൽ കിട്ടൂലേ? വിളിച്ചാൽ കിട്ടും. വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് നിങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ നമ്മളെ വീഡിയോയിൽ പറയണം. മറ്റൊരു വീഡിയോ കാണുമ്പോൾ റാഫി സൈനിങ് ഓഫ്.